ഉഷാസ് ഡ്രീംസ്. ഓണമൊക്കെ എവിടം വരെയായി എല്ലാവരുടെയും? ഓണക്കോടിയൊക്കെ എടുത്തോ എന്നൊക്കെ പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഓണത്തിൻ്റെ പ്രധാന ക്ഷേത്രമായ അല്ലെങ്കിൽ ഓണാഘോഷങ്ങൾക്ക് പേര് കേട്ട് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ ഞാനും അമ്മയും കൂടെ പോകുന്നുണ്ട്. അത് വൈകിട്ടാണ്. രാവിലെ ഞാൻ കുറച്ച് കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കുകയാണ്. ഒരു വെജിറ്റബിൾ പുലാവാണ്. അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെച്ചിരിക്കുകയാണ്. ബസ്മതി റൈസ് ഏകദേശം 1 കപ്പ് ഉണ്ടാവും. വെള്ളത്തിലോട്ട് ഗ്രാമ്പൂ, സാജീരകം, പെരിഞ്ജീരകം, പിന്നെ കുരുമുളക്, വഴനയില ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിക്കുകയാണ്. പട്ട ഇട്ടിട്ടില്ല. പിന്നെ ഏലക്കയുണ്ട് കേട്ടോ. പട്ട വേണ്ടാന്ന് വെച്ചു. എനിക്ക് ആ പട്ടയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റാർ അനീസ് കിട്ടും. ഇതെല്ലാം കൂടി ഇട്ട് വെള്ളം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് ഉപ്പും കൂടി ഇട്ട് അത് തിളപ്പിക്കാം. ആ സമയത്ത് ഈ പുലാവിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചില്ലേ അത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂ കിസ്മിസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ കാഷ്യൂ കിസ്മിസ് എടുക്കുകയാണ്. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നെയ്യാണ് ഒഴിച്ചേക്കുന്നത്, എണ്ണയല്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യേ ഉള്ളൂ. ആ 1 ടേബിൾ സ്പൂൺ നെയ്യിലോട്ട് കാഷ്യൂ കിസ്മിസ് വഴറ്റിയിട്ട് ഈ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ആ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും വെജിറ്റബിൾസാണ് ചേർക്കേണ്ടത്. വെജിറ്റബിൾ പുലാവ് അല്ലേ, അപ്പോൾ വെജിറ്റബിൾസ് ചേർക്കണം. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ ഇതൊക്കെ ചേർക്കാം. അപ്പം ഇത് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ അപ്പുറത്തോട്ട് ഉപ്പ് ചേർത്തു. ഉപ്പ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. കാരണം ഈ ബസ്മതി റൈസ് വേവിച്ച് ഊറ്റുകയാണ്. അപ്പം ഇച്ചിരി ഉപ്പ് മുന്നിട്ട് ചേർക്കണം എന്നും പറഞ്ഞ് ഉപ്പ് കൂടി പോരുതേ. അപ്പം ബസ്മതി റൈസ് ഒരു ഫുൾ വെന്ത് കുഴയരുത്. വെന്ത് കുഴഞ്ഞാൽ പുലാവ് ഒരു സുഖം കാണത്തില്ല. സുഖം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു കുഴഞ്ഞിരിക്കുന്ന പുലാവ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ഇട്ടു. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഒത്തിരി അങ്ങ് ഈ വെജിറ്റബിൾസും വഴറ്റി അങ്ങോട്ട് കുഴയ്ക്കുന്നില്ല. ഒരു 5 മിനിറ്റ് ഇത് വഴറ്റിയിട്ട് വീണ്ടും 5 മിനിറ്റ് അടച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നെയ്യിലാണ്, ഇതിനകത്ത് എണ്ണയെ ഒഴിച്ചിട്ടില്ല. നെയ്യ് ആകെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ അരി വെന്ത് വരുമ്പോഴത്തേക്ക് അത് ഊറ്റിയെടുത്തു. ഈ പാത്രം ഇങ്ങനെ തന്നെ ഊറ്റിയെടുക്കാവുന്നൊരു പാത്രമാണ് കേട്ടോ. ഞാനത് വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഇൻഡസ് വാലിയുടെ മേടിച്ചതാണ്. ഇങ്ങനെ തന്നെ ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പാത്രത്തിൻ്റെ ആവശ്യമില്ല, വേറൊരു സ്ട്രെയിനറിലോട്ട് എടുക്കണ്ട. അപ്പം ഊറ്റിയെടുത്ത് അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചോറിനകത്തോട്ട് ആ വെന്ത ബസ്മതി റൈസിനകത്തോട്ട് ഈ വെന്ത വെജിറ്റബിൾസ് ഇട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ളൊരു പുലാവാണ് കേട്ടോ. ഞാൻ വേറെ അങ്ങോട്ട് മസാല പൊടികളും ഒന്നും ചേർക്കത്തില്ല. പുലാവ് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഈ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലിട്ട് വേവിക്കും. അങ്ങനെ ഞാനൊരു വീഡിയോ നിഷ സ്പൈസസിൽ പാട്ട് ഇട്ടിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാം. തേങ്ങാപ്പാലിട്ട് വേവിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഇപ്പോഴും അതെപ്പോഴും ഉണ്ടാക്കും, ഭയങ്കര നല്ലതാണെന്ന് എന്നെ ഇപ്പോഴും വിളിച്ച് പറയാറുണ്ട്. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പേരൻസൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറയണം. ഞാനിപ്പം നമുക്ക് ഡെയിലി കഴിക്കാനായിട്ട് അങ്ങനെ തേങ്ങാപ്പാലൊന്നും ഇട്ട് ഉണ്ടാക്കാറില്ല. ഇത് പെട്ടെന്ന് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. 2 ദിവസത്തേക്ക് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ ഒരു പനീറും കൂടെ ഉണ്ടാക്കിയാൽ പിന്നെ സംഗതി എളുപ്പം. വളരെ പെട്ടെന്ന് കഴിയുന്നൊരു റൈസാണ് കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ നോൺ വെജ് കഴിക്കേണ്ടവർക്ക് ഇതിൻ്റെ കൂടെ ചിക്കനോ വേണമെങ്കിലൊക്കെ വഴറ്റി ചേർക്കാം. പിന്നെ അത് ഇവിടെ ആയി, പുലാവ് റെഡിയായി. എളുപ്പമല്ലേ, ഒരു 10 മിനിറ്റ് പോലും വേണ്ട അതിന്. മാക്സിമം 15 മിനിറ്റ് ഒന്ന് വെക്കാം. പിന്നെ ഒരു സവോള ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കട്ട് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ ടൊമാറ്റോ വേണം, ക്യാപ്സിക്കം വേണം, അതൊക്കെ നമുക്ക് പതുക്കെ കട്ട് ചെയ്യാം. തൽക്കാലം സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇത് ഈ പുലാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പനീർ, ആ പനീറിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞാനൊരു തട്ടിക്കൂട്ട് പനീർ എന്തുണ്ട്, പനീർ മസാല അല്ലെങ്കിൽ പനീർ റോസ്റ്റ്, പനീർ ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയാം. മസാലയല്ല, ഒരു പനീർ ഡ്രൈ ഫ്രൈ ആണ്. പക്ഷേ ഫ്രൈ ഒന്നും അല്ല, അധികം എണ്ണയിലൊന്നും അല്ല. പനീർ റോസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഗതി സൂപ്പറായിരുന്നു കേട്ടോ. മുരളിയണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ട് 2 പാക്കറ്റ് പനീർ ഇടുക. പനീർ എപ്പോഴും ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യാവും. അതിൻ്റെ ഫസ്റ്റ് റീസൺ പനീർ സോഫ്റ്റ് ആവാൻ, സെക്കൻഡ് റീസൺ പനീറിലെ ഫാറ്റ് ഒന്ന് പോകാനായിട്ട് ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ടിട്ട് പനീർ കുക്ക് ചെയ്യുന്നത് നല്ലതാണ്. 2 റീസൺസാണ് ഇങ്ങനെ ചെയ്യുന്നതിന്. അപ്പോൾ എപ്പോഴും പനീർ ഇങ്ങനെ ചെയ്തിട്ട് കുക്ക് ചെയ്യാവും. ഇനിയും പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓർ
റൈസ് ബ്രാൻ ഓയിൽ. ഞാനിപ്പോൾ ചേർക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. വെളിച്ചെണ്ണ അല്ലാത്ത എന്ത് ഓയിലും ചേർക്കാം, ഇതിനും നെയ്യ് ചേർക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്തോട്ട് ചേർത്തു. ഇത് ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അത് കഴിഞ്ഞ് പൊടികൾ ചേർക്കണം. പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ആയാലും മതി. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ യൂഷ്വലി പനീറിന് മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷേ ഈ റെസിപ്പിയിൽ മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടി ചേർത്ത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പിന്നെ ചേർത്തത് മസാലപ്പൊടിയാണ്. അത് ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ മസാലപ്പൊടി, വീട്ടിൽ പൊടിച്ച് വെച്ച മസാലപ്പൊടി അങ്ങനെ ആയാലും മതി. വീട്ടിൽ പൊടിച്ച് വെക്കുന്ന മസാലപ്പൊടിയാണ് നല്ലത് കേട്ടോ. അതൊരു 1.5 ടീസ്പൂണോളം മസാലപ്പൊടിയും ചേർത്തു. ഇത്രയും ചേർക്കുന്നുള്ളൂ പൊടികൾ. മഞ്ഞൾപ്പൊടി വേണമെന്നില്ല, ഇതിനകത്തിപ്പം അങ്ങനെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ബാക്കി ഇപ്പം ഞാൻ ആദ്യം മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്തു. ഇനിയിപ്പം മസാലപ്പൊടി ചേർക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഈ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് മേടിച്ച പിഷാരടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മസാലപ്പൊടി. അത് നല്ലതാണ് കേട്ടോ. പാലക്കാട് സൈഡിൽ നിന്ന് എങ്ങാണ്ട് മേടിച്ച്, ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നല്ലതായിട്ട് എനിക്ക് തോന്നി പിഷാരടിയുടെ മസാലപ്പൊടി. പിന്നെ പിഷാരടി സിനിമാ നടൻ്റെ മസാലപ്പൊടി അല്ല, വേറെന്തോ ബ്രാൻഡാണ് കേട്ടോ അത്. പിന്നെ ഇതിനകത്തോട്ട് 2 ടൊമാറ്റോ ചേർത്തു. 2 ടൊമാറ്റോ ചേർത്ത് അതൊന്ന് 2-3 മിനിറ്റ് വഴറ്റിയെടുത്ത് കഴിഞ്ഞ് പിന്നെ പനീർ ചേർത്തു. ആ വെള്ളത്തിൽ നിന്ന് ആ പനീർ ഊറ്റിയെടുത്തൊരു കണ്ണാപ്പ് വെച്ചിട്ട് അത് കണ്ടോ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുത്താണ്. ആ വെള്ളമില്ലാതെയാണ് പനീർ ചേർക്കുന്നത്. ഈ പനീറിലോട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ പനീർ ഡ്രൈ ഫ്രൈ എന്ന്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ എനിക്കെപ്പോഴും പനീർ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. വെള്ളമായിട്ടിരുന്ന പനീറിനൊരു എന്തോ ഒരു രസമില്ല. ഞാനെല്ലാം രസമില്ല എന്നാണ് പറയുന്നത് അല്ലേ, അറിയില്ല. അപ്പം അത് എന്നിട്ട് 2-3 മിനിറ്റ് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്സിക്കം ചേർക്കും. ക്യാപ്സിക്കം ഒരുപാട് വഴറ്റാൽ അതും കൊള്ളത്തില്ല. അതിൻ്റെ ആ ഒരു കുറച്ചൊരു ക്രഞ്ചിനെസ് വേണം ക്യാപ്സിക്കത്തിന്. അപ്പം ക്യാപ്സിക്കം ഒരു 2 മിനിറ്റ് ലാസ്റ്റ് വഴറ്റിയാൽ മതി. പിന്നെ ഇപ്പം ലാസ്റ്റ് ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. അത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം കസൂരി മേത്തി ചേർക്കും. അപ്പോൾ ഒരു വേറൊരു ഫ്ലേവർ വരും. നമ്മുടെ ആ ഒരു പനീറിന് തന്നെ മൊത്തത്തിൽ അതിൻ്റെ ഫ്ലേവറും മണവും ഒക്കെ ഒന്ന് വേറൊരു ലെവലിലോട്ട് പോകും. പിന്നെ ലാസ്റ്റ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഉപ്പ് ഞാൻ എപ്പോഴും കറികൾക്ക് ലാസ്റ്റാണ് കേട്ടോ. എനിക്ക് ലാസ്റ്റ് ചേർക്കുന്നതാണ് പ്രിഫർ ചെയ്യുന്നത്. ഒത്തിരി ഉപ്പ്, അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി ഉപ്പ് പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഉപ്പ് കുറവ് മതി ഒരു കറിക്ക്. അപ്പം പ്രഷറൊക്കെ ഉള്ളവർ ഇങ്ങനെ ലാസ്റ്റ് ഉപ്പ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഇത് എന്നിട്ട് ഒരു 1-2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞ് ആ പനീറൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് കുറച്ച് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ചേർത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പനീർ റെഡി. ഇത് പുലാവിൻ്റെ കൂടെ സൂപ്പറാണ്. ഇപ്പോൾ എനിക്ക് ഡാൻസ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ 3 ദിവസത്തേക്ക് വെജിറ്റേറിയനാണ്. എപ്പോഴും ഞാൻ സ്റ്റേജിലൊക്കെ കയറാൻ നേരത്തൊരു 2-3 ദിവസം വ്രതം എടുക്കും. അമ്പലത്തിലൊക്കെ ചെയ്യുന്നതല്ലേ, ഡാൻസ് ചെയ്യുമ്പം നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഡാൻസൊക്കെയല്ലേ ചെയ്യുന്നത്, അപ്പം വ്രതം എടുക്കാറുണ്ട്. ഇനി ഞാൻ അമ്പലത്തിൽ പോകാൻ റെഡിയായി. അപ്പം ഞാൻ ഡാൻസ് കളിക്കുന്ന തൃക്കാക്കരയാണ് കേട്ടോ. അപ്പം അവിടെ തന്നെയാണ് തൊഴാൻ പോകുന്നത്. ഞാനും അമ്മയും കൂടെയാണ് അമ്പലത്തിൽ പോകുന്നത്, തൃക്കാക്കര ക്ഷേത്രത്തിൽ. അമ്മ ഇവിടെ വന്നേ പിന്നെ അമ്മയും കൊണ്ട് ആദ്യമായിട്ടാണ് തൃക്കാക്കര പോകുന്നത്. അപ്പോൾ ഞാനാണ് വണ്ടിയുടെ സാരഥി. മുരളിയേട്ടൻ വരുന്നില്ല. സാധാരണ മുരളിയേട്ടൻ എവിടെയാണ് പോകുന്നത്, ഇപ്പോൾ മുരളിയേട്ടൻ സ്ഥലത്തില്ല. മുരളിയേട്ടൻ എവിടെയോ പുറത്ത് പോയിരിക്കുകയാണ്. എവിടെയല്ല, മുരളിയേട്ടൻ്റെ സ്ഥലത്ത് പോയിരിക്കുകയാണ്. ഇങ്ങനെ നല്ല അസലും മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈപ്പറൊക്കെ ഇട്ട് പോകുന്നത്. ഞങ്ങൾ കുടയെടുക്കാതെ, ഞാൻ നല്ല മഴയത്ത് ഞാൻ അമ്മയോട് പറയുന്നത് നമ്മളല്ലാതെ ആരെങ്കിലും കുടയെടുക്കാതെ പോകുമോ ഈ കൊടും മഴയത്തത്. ഞാൻ മറന്നുപോയി കുടയെടുക്കാൻ. സാധാരണ എപ്പോഴും കാറിലുണ്ടാകുന്ന കുട കാറിൽ നിന്ന് ഞാൻ എന്തോ മഴയത്തെടുത്ത് മാറ്റി വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ കാറിലെ കുട കാറിലില്ലായിരുന്നു. കാറിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പക്ഷേ ഭാഗ്യത്തിന് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് മഴ അങ്ങ് നിന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വലഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് എൻ്റെ മൈൻഡിൽ അതായിരുന്നു. ദൈവമേ മഴയത്ത് എന്ത് ചെയ്ത് ആലോചിച്ച് പോയതാണ്. നല്ല രസമല്ലേ ലൈറ്റ് കാണാനായിട്ട്. ഈ ആർച്ച് എപ്പോഴും ഉത്സവത്തിന് ഇങ്ങനെയാണ്. ഞാൻ വീഡിയോസിലൊക്കെ തൃക്കാക്കര ഉത്സവത്തിന് എപ്പോഴും എല്ലാ വർഷവും കാണിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈറ്റ് കാണാൻ. ഉത്സവം കാണാൻ എന്ത് രസമുള്ള പരിപാടിയായാലേ. ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ നടക്കാനും ചെന്നപ്പോൾ ഈ കാഴ്ചയാണ് കണ്ടത് കേട്ടോ. ശകലം മഴ ചാറുന്ന കണ്ടില്ലേ. അപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങകത്ത് ചെന്നപ്പോഴത്തേക്ക് അതങ്ങ് നിന്നു. എഴുന്നള്ളിപ്പും ആനയുടെ പുറത്തുള്ള എഴുന്നള്ളിപ്പൊക്കെയാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഉള്ള കാഴ്ച. പിന്നെ ഈ സ്റ്റേജിലാണ് ഞങ്ങൾ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ സ്റ്റേജൊക്കെ പോയി അങ്ങനെ കണ്ടു. അകത്തെ ഊട്ടുപുരയിലാണ് ഞങ്ങളുടെ ഡാൻസ്. രാത്രിയായപ്പോൾ ലൈറ്റൊക്കെ വന്ന് നല്ല രസമല്ലേ.
എന്തൊരു പീസ്ഫുള്ളായിട്ടൊരു പോസിറ്റീവ് വൈബ്രേഷൻ നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ അല്ലേ. അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു എനർജറ്റിക് ആ ഒരു കാംനെസ്, ആ ഒരു വൈബ്രേഷൻ, പോസിറ്റീവ്, നമുക്ക് നല്ലതാണ്. അവിടുത്തെ ഒരു അമ്പലത്തിൽ ചെല്ലുന്നത് തന്നെ നമുക്ക് അവിടുത്തെ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് പകരാൻ തന്നെ നല്ലതാണ്. ആ പോസിറ്റിവിറ്റിയോടുകൂടി വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒരു ഫ്രഷ് ആവും. അങ്ങനെ കുറച്ച് നേരം അവിടെ കൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് പിന്നെ അമ്മയും കൊണ്ട് വെളിയിലത്തെ ഉത്സവപ്പറമ്പിലെ കടകൾ കാണാനായിട്ട് ഇറങ്ങി. ഇത് മഹാബലി ആസ്ഥാനമാണ്, അറിയാലോ അല്ലേ. ഇത് കണ്ടില്ലേ, മുളക് ബജ്ജി എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷേ മേടിക്കുന്നത് കുറവാണ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. അവിടെ ചൂടായിട്ട് വറുത്ത് തരുന്നില്ല, പക്ഷേ കുറച്ച് തണുപ്പായിരുന്നു. കോളിഫ്ലവർ കഴിച്ചു, അത് നല്ല ചൂടായിട്ട് കിട്ടി. ആദ്യം മുളക് ബജ്ജി കഴിച്ചു, പിന്നെ കോളിഫ്ലവർ കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും നല്ല തീറ്റയായിരുന്നു അവിടെ ഇരുന്നല്ല നിന്ന് നല്ല കഴിപ്പായിരുന്നു. അങ്ങനെ മുളക് ബജ്ജി നല്ല മുളകും കൂടെ അവർ തന്നു. മുളക് ബജ്ജി വിത്ത് മുളക് തന്നു, പിന്നെ കോളിഫ്ലവർ ഫ്രൈ തന്നു. പിന്നെ അമ്മയ്ക്ക് ഇത് സ്ലൈഡ് ക്രഞ്ചിയൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് പോയി മേടിച്ചു. പിന്നെ ഞങ്ങൾ കപ്പലണ്ടിയും മേടിച്ചുകൊണ്ട് വെളിയിലത്തെ സ്റ്റേജിലെ പ്രോഗ്രാം കാണാൻ പോയി. അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ പോയി. ഞങ്ങൾ ആ ഒരു ഉത്സവം കാണലും കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ഓണം. ബൈ.